പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പ്രപഞ്ചത്തിന്റെ ഏതൊരു ഭാഗത്തു നിന്നും ചില സ്പേസ് ഷിപ്പുകൾ വന്നിട്ട് ഭൂമിയിൽ ഒന്ന് ലാൻഡ് ചെയ്യാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയിലെ 12 രാജ്യങ്ങളാണ് ഇതൊന്ന് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ലാൻഡ് ചെയ്തതിനു ശേഷം ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യവംശത്തിന്റെ നാശത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയെ മൊത്തത്തിൽ കോളനിവൽക്കരിക്കാനായിരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ലിംഗ്വിസ്റ്റിക് പ്രൊഫസറായിട്ടുള്ള ലൂയിസ്, ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷാശാസ്ത്രം, അതായത് ഭാഷയെ പറ്റി പഠിച്ച് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതാണ് ആ പ്രൊഫഷൻ. അപ്പം അതിലെ എക്സ്പെർട്ടൈസ് ആണ് ഈ പറയുന്ന ലൂയിസ്. ലൂയിസ് ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവൾക്കൊരു മകളുണ്ടായിരുന്നു, ഹന്ന എന്നായിരുന്നു അവളുടെ പേര്. അത്രയും സ്നേഹത്തോടെയും കെയറിങ്ങോടെയും അവൾ നോക്കിയതിനു ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഹന്നയ്ക്ക് ഒട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാൻസർ ബാധിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ മരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ലൂയിസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് അവൾ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ മുന്നോട്ട് ജീവിക്കുന്നു. പക്ഷേ ഇവൾക്കുള്ള ഈ പ്രൊഫഷൻ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾ ഇതേവരെ തന്നെ തന്റെ പ്രൊഫഷൻ ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുക, അങ്ങനെ ലൈഫ് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ ഈ ഒരു ദിവസവും ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി ലൂയിസ് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു പ്രത്യേക മെസ്സേജ് വരുന്നു. ഒരു വാർണിംഗ് ആയിരുന്നു അത്. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ പറഞ്ഞ സ്പേസ് ഷിപ്പ് ഒന്ന് ലാൻഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൊത്തത്തിൽ ഒരു വാർണിംഗ് കൊടുക്കുക. അതായത് എല്ലാവരും എമർജൻസി പ്രിക്കോഷൻ എടുത്ത് പ്രത്യേകം സുരക്ഷിതരായിട്ട് വീട്ടിലായിരിക്കുക. അങ്ങനെ ക്ലാസ് എല്ലാം പിരിച്ചുവിട്ട് ലൂയിസും ഇതുപോലെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് അവൾ വാർത്തകളൊക്കെ കണ്ട് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലൂയിസ് അവളുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു കേണല് അവളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. വേറെ ഒന്നുമല്ല, അവർ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഏറ്റവും എക്സ്പെർട്ടാണ് ലൂയിസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ ഒരു സഹായം ഇവർക്ക് വേണം. അങ്ങനെ ലൂയിസിനോടൊന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ, ലൂയിസ് ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഉണ്ട്. അതായത് ഈ പറയുന്ന സ്പേസ് ഷിപ്പിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം അവർ കളക്ട് ചെയ്തൊരു റെക്കോർഡിംഗ് ഭാഷയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതവളെ കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇത് കേട്ട് കഴിയുമ്പോൾ ഏതാനും ശബ്ദങ്ങൾ എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ആയിട്ടൊന്നും അത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കത് പഠിച്ച് മനസ്സിലാക്കി പറയാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ഭാഷയാണോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു കാര്യം എങ്ങനെയാണത് മനസ്സിലാക്കുക? അപ്പോൾ തനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് ആ ഒരു മറുപടി കിട്ടിയതിനു ശേഷം കേണൽ വളരെ നിരാശനായിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി സമയം പെട്ടെന്ന് ലൂയിസ് ആയിരിക്കുന്ന ആ ഒരു വീടിന്റെ മുൻവശത്തേക്ക് കുറെ മിലിറ്ററി സംഘങ്ങൾ വന്ന് എത്തിച്ചേരാണ്. നേതൃത്വത്തിൽ ഈ പറഞ്ഞ കേണലും ഉണ്ട്. വന്ന പാടെ തന്നെ ലൂയിസിന്റെ അടുത്ത് ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, 10 മിനിറ്റ് സമയമുണ്ട്, അതിനുള്ളിൽ നീ എത്രയും വേഗം റെഡി ആയിട്ട് ഞങ്ങളുടെ കൂടെ ബേസിലേക്ക് വരണം. ഇത്രയും നമ്മൾ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ഡെന്നിസ് വിൽനവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയുണ്ട്, അറൈവൽ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഫിലിമിന്റെ സാരാംശമാണ് നമ്മൾ ഇത്രയും കണ്ടത്. ഇപ്പൊ ലൂയിസ് അവിടെ ബേസിലേക്ക് എത്തിയെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഈ പറയുന്ന ഏലിയൻസ്. അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യാനായിരിക്കാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും അവിടെ വരുന്ന മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷ മനസ്സിലാക്കണം. ഒന്നാമത് ഭാഷയാണെന്ന് ഒരു തീർച്ചയില്ല. ഇപ്പൊ ഭാഷയാണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം അത് അവരുമായിട്ട് സംസാരിച്ച് ഒരു ഇന്ററാക്ഷൻ നടത്തി പിന്നീട് അവർ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക എന്ന് പറയുന്ന വലിയൊരു ചലഞ്ചാണ് ലൂയിസിനെ കാത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് വേണമെങ്കിൽ തന്നെ അത് ലൂയിസിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം ഉണ്ടാവും, ഈ ഒരു ഫിലിം ത്രൂ ഔട്ട് ഈ ഒരു ലാംഗ്വേജ് പഠിച്ച് ഏലിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും ഫിലിം ത്രൂ ഔട്ട് പോവുക എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയൊരു വഴിത്തിരിവ് കൂടി ഈ ഫിലിം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഈ ഒരു ഫിലിം റീവാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ അതിൽ കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള മീനിങ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സബ്റ്റിലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളും അങ്ങനെ മൾട്ടിപ്പിൾ വാച്ചസിന് ഒതുങ്ങുന്ന ഒരു ഫിലിം കൂടിയാണ് ഈ പറയുന്ന അറൈവൽ എന്ന് പറയുന്ന ഫിലിം. നമ്മൾ യൂഷ്വലി കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ മൂവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആക്ഷൻ സീൻസ് ഒക്കെ ഉൾപ്പെടുത്തി നരേറ്റ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. എന്നാൽ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളി ഒരു സ്റ്റോറി പാക്ഡ് ആണ്. ലൈക്ക് ഇപ്പൊ നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയം മുതൽ ഒരു സ്ലോ പേസിൽ ഒരു സ്ലോ ബേണിംഗ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി അവസാനം വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് ഒരു നമ്മൾ അത്രയും ഇരുന്ന് കാണേണ്ട ഒരു ഫിലിം എന്നൊക്കെ പറയില്ലേ, അത്രത്തോളം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് കാണേണ്ട, മീൻസ് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിലിമാണിത്. പിന്നെ അടുത്ത ഡയറക്ടറുടെ കാര്യം പറയാം. ഈ ഒരു ഫിലിമിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്നിസ് വിൽനവ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രത്തോളം മികച്ച ഒരു മാസ്റ്റർ ക്ലാസ് ഫിലിംസ് ആണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡ്യൂൺ, സിക്കേറിയോ, പ്രിസണേഴ്സ്, പിന്നെ ഇൻസെന്റീസ്, ബ്ലേഡ് റണ്ണർ 2049, അങ്ങനെ ഒത്തിരി മൂവീസ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്.
ഓരോ മൂവീസും കാണുന്ന സമയത്ത് എല്ലാം ഓരോ ജോൺറാസാണ്, മാത്രമല്ല ഓരോ ഫിലിം നമുക്ക് തരുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭീകരമാണ്. ലൈക്ക് ഒരു മാസ്റ്റർ ക്ലാസ് ഫിലിം മേക്കിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ഫിലിമിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ഈ ഒരു ഫിലിമിന്റെ ഏറ്റവും ഒരു കീ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ലാംഗ്വേജ് ആണ്. സോ അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തൊരു കേന്ദ്ര കഥാപാത്രം വരുന്നത് നമ്മുടെ ലൂയിസ് ആണല്ലോ. സോ ഈ ഒരു ലൂയിസ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ ഒരു ഫിലിം ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഫിലിം കണ്ടു കഴിയുന്ന സമയത്ത് ഒത്തിരി ഒരു ഫിലോസഫിക്കൽ തോട്ട്സിലേക്കും അതുപോലുള്ള ഡിസ്കഷനിലേക്കും ഈ ഒരു ഫിലിം കാരണമാകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടൊരു സയൻസ് ഫിക്ഷൻ മൂവി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഈ ഒരു ഫിലിം നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഉറപ്പ് പറയാം, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസിലൊരു മൂവിയായിട്ട് നിങ്ങളിത് മാറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പല ജോൺറയിലുള്ള മൂവീസ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം പതിവ് പോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.